കാരണം ഞാനൊരു കാശ് വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കത് വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ കാശ് വാങ്ങിച്ച ആളാണെങ്കിൽ ഇത് അവൻ്റെ അടുത്ത് വിളിച്ച് പറയുമ്പോൾ അത് റെക്കോർഡ് ചെയ്യും, എല്ലാം എനിക്കറിയാലോ. അങ്ങനെ ഇല്ല ഞാൻ അവരടുത്ത് വില പേശിയിട്ട് ഞാൻ അവരടുത്ത് എന്തെങ്കിലും ആവശ്യപ്പെടുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. എന്നെ ആരെങ്കിലും വന്നിട്ട് ഇനിയിപ്പോ LDF-ന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും എന്നെ വന്ന് കാണുകയാണെങ്കിൽ ആരും കണ്ടിട്ടില്ല. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് LDF-ന് വോട്ട് ചെയ്യാൻ പ്രേരണ ഉണ്ടായത്? ഒരു പ്രേരണയുടെ പുറത്തും ചെയ്തതല്ല. രാഷ്ട്രീയ പ്രവർത്തകനല്ലേ നിങ്ങൾ? അങ്ങനെ പറയുന്നതിനകത്ത് എന്താ അടിസ്ഥാനം? കാരണം ഒരു പ്രേരണയില്ല നിങ്ങൾ എങ്ങനെ LDF-ന് സ്ഥാനം വോട്ട് ചെയ്യുന്നത്? രാഷ്ട്രീയ പ്രവർത്തകനാണ്, ചെറുപ്പം മുതലേ രാഷ്ട്രീയ ഏറ്റവും കൂടുതൽ CPM-നെ എൻ്റെ നാട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ CPM-നെ എതിർക്കുന്ന ആൾ ഞാനാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്ന ഒരു ബൈ മിസ്റ്റേക്ക് ആണ്. അതിന്റെ മിസ്റ്റേക്ക് അങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടായതാണോ? സ്വാഭാവികമായിട്ടും വൈസ് പ്രസിഡന്റിന് അതിനെന്താ സംബന്ധിച്ചു വെച്ചാൽ രാവിലെ മുതൽ തന്നെ എൻ്റെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനവും എൻ്റെ കോലം കത്തിക്കലും അതൊക്കെ നടന്നു. ബാബു എന്നെ പലതവണ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തിട്ടില്ല. കാരണം ആള് വിളിച്ച് വോയിസ് അയക്കിയത് എനിക്ക് ചെയ്തത്. ഞാൻ തിരിച്ച ആൾക്കും അതേപോലെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്കറിയാം, എന്റെ പ്രസ്ഥാനം. ഞാനും അവരും തമ്മിൽ ഒരു ഡീലും ഇല്ല. തലേ ദിവസം ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനത്തെ പിറ്റേ ദിവസം ഒരു മിസ്സിംഗ് വന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു അവിശ്വാസ്യതയുണ്ട്. ട്വിസ്റ്റ് ഞാൻ ഒരിക്കലും ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ സ്വാഭാവികമായിട്ടും തമാശ ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഇതിലേക്ക് ഒരു ടെസ്റ്റിലേക്ക് പോകാനോ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പോലും ഞാൻ LDF-നെ സപ്പോർട്ട് ചെയ്യാത്ത ആളാണ്. കാരണം KV നഫീസ എന്ന് പറയുന്ന ആള്, അവരായിട്ട് ഞാനും മാനസികമായിട്ട് വലിയ സുഖത്തിലല്ല. പിന്നെ ഞാൻ ഒരിക്കലും തെരഞ്ഞെടുപ്പാണ്, അതായത് അത്രയ്ക്കും നിർണായകമാണ്. ഒരു സീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ എല്ലാ അംഗങ്ങളും അത്രയ്ക്കും സൂക്ഷിച്ചായിരിക്കും വോട്ട് ചെയ്യുക. നിങ്ങൾ ഇത്രയും വർഷമായുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്, അപ്പൊ ഇത് നോക്കി ചെയ്യാൻ പോലും അറിയാത്ത ആളാണോ താങ്കൾ? അല്ല, അത് പറഞ്ഞല്ലോ, മനുഷ്യനാണ്. എൻ്റെ അടുത്ത് ഒരു തെറ്റുപറ്റി. ഞാൻ തെറ്റെന്താണെന്ന് ചോദിക്കാം. നിങ്ങളെ അതിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഘടകമില്ല. എന്നെ ആരും എന്നെ പ്രലോഭനത്തിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വാഗ്ദാനത്തിലോ ഞാൻ പറയുന്നു ഒരു രൂപ പോലും ഞാൻ ഒരാളെ മേടിച്ചിട്ടില്ല. അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളല്ല, ഭാരതീയ അധ്യാപകനാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അല്ല, ഞാനിപ്പോ ഭവൻസിൽ ഇല്ല കേട്ടോ. അവിടെ നിങ്ങൾ രാജിവെച്ചിട്ടാ മത്സരിച്ചത്, അതൊക്കെ അറിയാം, അതൊക്കെ നമുക്കറിയാം. അതായത് നിങ്ങൾ ഈ പറയുന്നതിനകത്ത് ഒരു വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യം പൊതുസമൂഹത്തിന്, നമുക്കല്ല, പൊതു അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ വിജിലൻസ് ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏത് അന്വേഷണത്തോടും ഇനിയിപ്പോ നുണപരിശോധനയ്ക്ക് വേണ്ടി പൈസ വാങ്ങിച്ചു എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞു വരുന്നതാണ്, നുണപരിശോധനയ്ക്ക് വരെ ഞാൻ തയ്യാറാണ്. എനിക്ക് എൻ്റെ കയ്യിൽ ഒരു തരത്തിലും എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ഒരാളുടെ അടുത്തും ഒരു രൂപ വാങ്ങിക്ക് അതല്ലെങ്കിൽ അവരൊക്കെ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ പോലും സംസാരിച്ചിട്ടില്ല. അങ്ങനെയാണ്. ബാബു എന്നെ അതിന് ശേഷമാണ് വിളിച്ചിട്ടുള്ളൂ. അതിന്റെ മുന്നേ നിങ്ങൾക്ക് കോൾ ഹിസ്റ്ററി എടുക്കാലോ, എവിടെ വേണമെങ്കിലും പോവാലോ. LDF-ന്റെ ഭാഗത്തുനിന്ന് ആരാണോ എന്നെ വിളിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിപ്പോ ഇന്നൊന്നും തെളിയിക്കപ്പെടാൻ പറ്റാത്ത കാലമല്ലല്ലോ. നിങ്ങൾക്ക് ഏത് ഹിസ്റ്ററി, എൻ്റെ ഹിസ്റ്ററി വേണമെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ വരാം. നിങ്ങൾ എവിടുന്നാണ് വോട്ട് ചെയ്യുന്ന അവിടെ നിന്ന് എടുക്കാം. വോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? സ്വാഭാവികമായിട്ട് മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു. എന്താ സമ്മർദ്ദം? എന്താ? എന്റെ പേഴ്സണലായിട്ട് എന്തോ സംഭവിച്ചു പോയി, അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഒരിക്കലും അല്ല. ജാഫർ, ഒറ്റ കാര്യം നമുക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്ന, നിങ്ങൾ ജനപ്രതിനിധിയായിട്ട് ജയിച്ചു വന്നിട്ട് നിങ്ങളൊരു വോട്ട് ചെയ്യാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ UDF-നെ വോട്ട് ചെയ്യേണ്ടത്, അങ്ങനെയാണ്. അത് മാറാൻ മാത്രം എന്ത് മാനസിക സമ്മർദ്ദമാണ് ആ സമയത്ത് ഉണ്ടായത്? അങ്ങനെ മാനസിക സമ്മർദ്ദത്തിന്റെ എൻ്റെ അടുത്ത് വന്ന ഒരു മിസ്റ്റേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മനഃപൂർവ്വം ഒരിക്കലും LDF-ന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പോയത്. ഞാൻ രാജിവെച്ചല്ലോ, പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ മാപ്പ് പറഞ്ഞു. കാരണം എൻ്റെ അടുത്ത് വന്ന ഒരു മിസ്റ്റേക്ക്. ഇല്ലില്ല, ഒരിക്കലും ഞാൻ ഒരു ജനത്തിനെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രലോഭനം ഇല്ലില്ല. ഇപ്പോഴും ഞാൻ LDF-നല്ല. ഞാനിപ്പോൾ പാർട്ടി എന്നെ പുറത്താക്കി. ഞാനും ഒരു പൊതുപ്രവർത്തകനാണ് ഇപ്പോഴും. ഞാൻ ഇനിയും പൊതുപ്രവർത്തകനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവും. ഞാൻ ഒളിച്ചു കൊടുത്തു. പാർട്ടിയില്ല ഇപ്പോൾ. ഞാൻ UDF-കാരൻ. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ UDF-കാരനാണ്. എന്നെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട് ഈ ലീഗ് എന്നുള്ള. എത്രത്തോളം ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റാൻ കാരണം എന്താ, അങ്ങനെ പറ്റാൻ കാരണം എന്ന് പറയുന്നത്? ഇത് ഞാൻ പറഞ്ഞല്ലോ മാനസികമായിട്ട് ഞാൻ ഒരിക്കലും LDF-നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റി, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ്. ആ മിസ്റ്റേക്ക് തിരുത്താൻ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആ സമയത്താണ് എനിക്കെതിരെ അവിടെ മറ്റേ
എന്റെ വീട്ടിലേക്ക് മാർച്ച് നടക്കുന്നു, എന്റെ പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ലേ? എന്റെ സ്വാഭാവികമായിട്ടും കോലം നിങ്ങൾ കത്തിക്കുന്നു. ചതിയല്ലേ ചെയ്തത്? ഞാൻ ഒരിക്കലില്ല. അതെന്ത് നിങ്ങൾ അങ്ങനെ പറയുന്നത്? നിങ്ങളുടെ വോട്ട് LDF നായിരുന്നു. ഞാനത് പറഞ്ഞു. ഞാൻ മനഃപൂർവ്വം ഒരിക്കലും LDF വോട്ട് ചെയ്യാത്ത ആളാണ്. ഇനിയിപ്പോൾ എന്ത് പ്രലോഭനങ്ങളും ഞാൻ LDF കൂടെ നിൽക്കില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, LDF വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും മനഃപൂർവ്വം വോട്ട് ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് തെളിയിക്കാം. എന്താണ് സംഭവിച്ചത് സത്യത്തിൽ? എന്താണ് ഞാൻ എന്റെ വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ, നമ്മൾ സാധാരണ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ പല വികാരങ്ങൾ കയറി വരും. അതിൽ ഏത് വികാരമായിരുന്നു നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയപ്പോൾ? ഒരു വികാരത്തിന്റെ പുറത്ത് വോട്ട് ചെയ്തതല്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു മക്കാമുണ്ട്, അവിടെ പോയിട്ട് ഞാൻ എൻ്റെ ഫാമിലി, എൻ്റെ ഉപ്പാനെ അടക്കം വിളിച്ചിട്ടാ പോയി. എല്ലാ നേതാക്കന്മാരെയും വിളിച്ചു. എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടെങ്കിൽ അത് ഇല്ല, ആരും വിളിച്ചിട്ടില്ല. ആരും അത് ഇതിന് ശേഷമാണ് ഞാൻ അത് വിളിച്ചു. ഞാൻ ആരുടെയും കോൾ എടുത്തിട്ടില്ല. മുസ്തഫയോട് നാളെ ഒരു ടിസ്റ്റ് ഉണ്ടാവും, നിങ്ങൾ കാത്തിരുന്ന് കാണാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞല്ലോ, അതൊരു ജസ്റ്റ് ഫ്രണ്ട്ലി ടോക്ക് മാത്രമാണ്. അതിന്റെ മുന്നേ ഞാൻ മുസ്തഫയോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇതിന് മുന്നേ മുസ്തഫയോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇതിന് മുന്നേ എനിക്ക് പിന്നെ ടോസിലൂടെ വരും. ഇതൊരു ഫ്രണ്ട്ലി ഇല്ല. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. കൂടുതൽ ലൈഫ് പ്രശ്നമായോ? ഞാൻ ആരുടെങ്കിലും ഒരു രൂപ വാങ്ങിച്ചു, അല്ലെങ്കിൽ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. ഞാൻ ഇന്ന് വരെ ഒരാളുടെ കയ്യിലും ഒരു രൂപ ഇതിന്റെ പേരിൽ വാങ്ങിച്ചിട്ടില്ല. ഇല്ല, ഭയങ്കര പ്രതിഷേധം നടക്കുന്നു. എനിക്ക് ഭീഷണി അടക്കമുണ്ട്, ഒരുപാട് ഭീഷണികളുണ്ട്. ആരാ ഭീഷണിപ്പെടുത്തുന്നത്? ഓരോരുത്തർ വിളിച്ചിട്ട് എനിക്ക് എന്നെ ആ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനിത് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ല. ഇതിനകത്തുള്ളൊരു വിഷയം, ജാഫർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മിസ്റ്റേക്ക് സംഭവിക്കുക. ഒരുപാട് പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പല ആളുണ്ട്. ഇത് ജാഫർ തലേദിവസം ഇതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന ഒരുപാട് ജാഫറിന്റെ ഭാഗത്തു നിന്ന് കമന്റുകൾ വന്നു. അതാണ് ജാഫറിനെ സംശയത്തിന് മുകളിൽ നിർത്തുന്നത്. തീർച്ചയായും അത് എനിക്കും, ഞാനാണെങ്കിലും ആ ഒരു രീതിയിലാണ് ചിന്തിക്കുക. പക്ഷെ അത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് മാത്രമാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. എൻ്റെ നാട്ടിലടക്കം ജാഫറാണ് ഇപ്പോൾ തുറുപ്പിച്ചിട്ട് എന്നുള്ള രീതിയിൽ അവിടെയൊക്കെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. പക്ഷേ LDF ഭാഗത്തുനിന്ന് ഒരാൾ പോലും എന്നെ ഇന്നവരെ സംസാരിക്കാനോ എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് വസ്തുത.